Welcome to RN Success Hub. Today we will discuss about few multiple choice questions and its rational form, central nervous system, child health nursing. So let's start. Then first question, the baby is born with a midline mass at the back in the lower lumbar region. It is covered completely with skin. The most likely diagnosis is. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ബേബി ഈസ് ബോൺ വിത്ത് എ മിഡ് ലൈൻ മാസ് അറ്റ് ദ ബാക്ക് ഓഫ് ഇൻ ദ ലോവർ ലെംബാർ റീജിയൻ, അതായത് സ്പൈനൽ കോഡിൻ്റെ അവിടെ സ്പൈനൽ പാർട്ടിൽ അവിടെ എന്താണ് ഒരു മാസ് ഉണ്ട്, ലോവർ ലെംബാർ റീജിയനിലാണ്. ഇറ്റ് കവേർഡ് കംപ്ലീറ്റ്ലി വിത്ത് സ്കിന്ന് വെച്ച് കംപ്ലീറ്റ്ലി കവറപ്പ് ചെയ്തിരിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ ഡയഗ്നോസിസ്? ഇതെല്ലാം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് പലയിടത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റം തന്നെ ഒരിടത്തും അങ്ങനെ ഓരോ സിസ്റ്റം ബേസിലാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പലപ്പോഴായിട്ട്. സോ അപ്പം ഇതിനെ ചോദിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്താണ്, മിഡ് ലൈൻ മാസ്സാണ്, മാസ്സായിട്ടുണ്ട്, ലോവർ ലെംബാർ റീജിയനിലാണ്, കവർ ചെയ്തേക്കുന്നതാണ്, സ്കിൻ വെച്ച് കംപ്ലീറ്റ്ലി കവറപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ ഓപ്ഷൻസ് ആ മെനിഞ്ചോസീൽ, ടെറാറ്റോമ, ലിപ്പോമ. ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടത്തുള്ളൂ. സോ മെനിഞ്ചോസീൽ തന്നെ നമുക്ക് ഈ മെനിഞ്ചോസീൽ തന്നെ എടുക്കാം. മെനിഞ്ചോസീൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കവറിങ് ഓഫ് ദ സ്പൈനൽ കോഡ്. അത് സീൽ എന്ന് പറഞ്ഞാൽ വിത്ത് ഫ്ലൂയിഡ് ഫിൽഡായിട്ട് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്യുക, അതായത് അതിൻ്റെ ലാർജ് സൈസ് വരിക. ഇതാണ് മെനിഞ്ചോസീൽ, കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ സംതിങ് സാക്ക്. ഇത് മെനിഞ്ചസിലാണ് ഫ്ലൂയിഡ് കളക്ട് ചെയ്തേക്കുന്നത്. അപ്പം മെനിഞ്ചോസീലാണോ, ടെറാറ്റോമയാണോ, ലിപ്പോമയാണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മെനിഞ്ചോസീൽ എന്നാന്ന് നോക്കാം. അതായത് ബാക്കിൽ ന്യൂബോണിൽ വരുന്ന കൺജനൈറ്റിലുമായിട്ട് വരുന്ന മാസുകൾ ഏതെല്ലാം ടൈപ്പാണ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇതിന് പറയുന്ന ടുഗദർ പറയുന്ന പേരാണ് സ്പൈന ബൈഫിഡ. Spina bifida is caused by the incomplete development of fetus spine during the first month of pregnancy. അതായത് ബേബി ഇൻ യൂട്രോയിലായിരിക്കും ഫസ്റ്റ് മന്തിൽ എക്സാക്ട്ലി 28 ഡേയ്സിലാണ് എന്താണ് സ്പൈനൽ കോഡ് ഫ്യൂസ് ചെയ്യാതെ ഇൻകംപ്ലീറ്റ് ഫ്യൂസ് ആവും. അതിൻ്റെ റീസണോട് ഞാൻ പറയാം, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിയാണ്. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻ, അതായത് നമുക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴേ ഫോളിക് ആസിഡ് കഴിക്കണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ഈ 2-3 മാസം കഴിയുമ്പോൾ കഴിക്കുന്ന ഒക്കെയാണ്. ബട്ട് എഗെയിൻ അതിനു മുമ്പ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കാരണമാണ് എന്താണ് സ്പൈന ബൈഫിഡ, ദെൻ ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് ക്ലെഫ്റ്റ് പാലറ്റ്, ഈ രണ്ടും വരുന്നത്. ദ കണ്ടീഷന് പല ഡിഗ്രി ഉണ്ട്, മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, സിവിയർ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ടൈപ്പ് കൂടെ നോക്കാം. ഫസ്റ്റ് മൈൽഡാണ് സ്പൈന ബൈഫിഡ, ഒക്കൽറ്റ, മെനിഞ്ചോസിൽ, മൈലോ മെനിഞ്ചോസിൽ. അപ്പോൾ 3 ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പൈന ബൈഫിഡ ഒക്കൽറ്റ മീൻസ് ഇതൊരു ഹിഡൻ സ്പോട്ടാണ്, അതായത് നമുക്ക് അവിടെ ഓപ്പണിംഗ് ഉണ്ടെന്നോ അവിടെ ഒരു സോഫ്റ്റ് പാർട്ടാണെന്നോ നമുക്ക് കാണാൻ പറ്റില്ല, ഒരു ബഞ്ച് ഓഫ് ഹെയർ ആയിരിക്കും കാണുന്നത്. ഇത് കോമൺ ഫോമാണ്. എനി ഫോം ഇറ്റ്സ് എ മിനിമം പോർഷൻ, ഇതൊരു ചെറിയ പോർഷനിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇതിന് സിംറ്റംസ് ഇല്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇത് ലൈഫ് ലോങ് ഇതിന് പ്രശ്നമില്ലെങ്കിലും പോകാവുന്നതാണ്. ഡിലേഡ് പ്രോബ്ലംസ് ഒക്കെ വരും, നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് സ്പൈന ബൈഫിഡ ഒക്കൽറ്റയ്ക്ക് എന്താണ് അവരുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാസ് ഇല്ല, പുറത്തേക്ക് മാസമായിട്ട് വരുന്നില്ല, ഹിഡൻ സ്പോട്ടാണ്. സോ അപ്പോൾ സ്പൈന ബൈഫിഡ ഒക്കൽറ്റയുടെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് മെനിഞ്ചോസീൽ. മെനിഞ്ചോസീൽ മീൻസ് മെനിഞ്ചസ് എന്നാ നമ്മൾ പറഞ്ഞു, കവറിങ് ഓഫ് ദ സ്പൈനൽ കോഡ്, ബ്രെയിൻ, ഇതെല്ലാം മെനിഞ്ചസ് ആണ്. പ്രൊട്രൂഡഡ് ത്രൂ ഓപ്പണിംഗ് കോസിങ് എ ലംപ് ഓർ സാക്ക്, അതാ മെനിഞ്ചോസീൽ എന്ന് പറഞ്ഞാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് സ്പൈനൽ കോഡിനെ കൂടെ ഔട്ട്സൈഡിൽ കൂടെ ഒഴുകുന്നത് ആസ് എ ബഫറിംഗ് സിസ്റ്റം. സോ ഈ ഫ്ലൂയിഡ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് മെനിഞ്ചസിനോട് കൂടി പുറത്തേക്ക് തള്ളിയിരിക്കുന്നതിനെയാണ് മെനിഞ്ചോസീൽ എന്ന് പറയുന്നത്. ഔട്ട്സൈഡിൽ നിന്ന് ഒരു മാസ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സർജറി ചെയ്യാം, എനി ടൈം, നോ ഇഷ്യൂ. മീൻസ് സ്പൈനൽ കോഡ് ഹാസ് ഡെവലപ്ഡ് നോർമലി ആൻഡ് ഈസ് അൺഡാമേജ്, അതായത് മെനിഞ്ചോസീൽ സ്പൈനൽ കോഡ് അഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് അണ്ടർ ഡെവലപ്പ് പാർട്ടിൽ കൂടെ മെനിഞ്ചസിൻ്റെ ഒരു പോർഷന് ഫിൽഡ് വിത്ത് CSF ആണ് വരുന്നത്. ദെൻ ദർ ഈസ് നോ ന്യൂറോളജിക്കൽ ഇഷ്യൂസ്. ഇത് വേറെ എന്താണ്, കംപ്ലീറ്റ്ലി കവർ വിത്ത് സ്കിന്നാണ്, അതായത് ആ കംപ്ലീറ്റ് കവർ സ്കിന്നോട് കൂടിയാണ് വരുന്നത്.
അടുത്തതാണ് മൈലോ മെനിഞ്ചോസീൽ. മൈലോ മീൻസ് സ്പൈനക്കോഡ്, മെനിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈനക്കോഡിൻ്റെ കവറിങ്, സീൽ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് വേണം, സെറിബ്രൽ സ്പൈന ഫ്ലൂയിഡ്, അതായത് സ്പൈനക്കോഡോടുകൂടി പുറത്തേക്ക് വരുന്നു. ദ മോസ്റ്റ് സീവിയർ ഫോം ഓഫ് സ്പൈന ബിഫിഡ ഒക്കെ മീൻസ് നമുക്ക് അതിൻ്റെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. മെനിഞ്ചോ മൈലോ സീൽ എന്നാന്ന് വെച്ചാൽ എ സാക്ക് കണ്ടെയ്നിങ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ബ്ലഡ് വെസൽസ്, അത് എവറിത്തിങ് പ്രൊട്രൂഡിങ് ത്രൂ ദ കോഡ്. അതായത് കോഡ് മീൻസ് സ്പൈനൽ കോഡ്. ഇറ്റ് ഈസ് നോട്ട് കവേർഡ് ബൈ സ്കിൻ സോ ദാറ്റ് ദ നെർവ് ആൻഡ് ടിഷ്യൂസ് ആർ എക്സ്പോസ്ഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ചില സമയത്ത് ഈ BSc പിള്ളേർക്കൊക്കെ മെനിഞ്ചോസീലും ദെൻ മൈലോ മെനിഞ്ചോസീലും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബേബീനെ കാണുന്നത്. എപ്പോഴാണ് സ്പൈന ബൈഫിഡ ഒക്കൽറ്റയ്ക്കകത്ത് ഒരു പ്രോബ്ലം ഇല്ല, ചെറിയ ഹെയർ ആണ് കാണുന്നത്. ദെൻ മെനിഞ്ചോസീലിൻ്റെ അകത്ത് ഇതാണ് സ്പൈനക്കോഡ്, ഈ മെനിഞ്ചസ് അതിൻ്റെ കവറിങ് ആണ്, അതോടുകൂടി ഫ്ലൂയിഡ് പുറത്തേക്ക് വന്ന് ഇത് ഇങ്ങനെ കാണും. അടുത്തത് മെനിഞ്ചോ മൈലോസീലും പക്ഷേ ഇതിന് സ്കിന്ന് കണ്ടോ പുറത്തൂടെ കവറപ്പാണ്. But myelomeningocele is spinal cord with blood vessels, nerves, everything is protruding out with cerebrospinal fluid, but there is no skin. ഇതാണ് നമുക്ക് കാര്യം മനസ്സിലായി. അപ്പം നമുക്ക് എന്താണ് ചോദിക്കുന്നത്? മാസുണ്ട്, മിഡ് ലൈൻ മാസുണ്ട്. അപ്പം മെനിഞ്ചോസീലാകാം, മെനിഞ്ചോ മൈലോസീലാകാം. ലോവർ ലംബാർ റീജിയനിലുണ്ട്, ഇത് രണ്ടും അവിടെയാണ്. കവേർഡ് വിത്ത് കംപ്ലീറ്റ്ലി വിത്ത് സ്കിന്ന്. സ്കിൻ വന്ന് വരുന്നത് എന്താണ്? മെനിഞ്ചോസീലാണ്. അപ്പം മെനിഞ്ചോസീലാണ് ആൻസർ ഇൻ്റെ എ ആണ്. അപ്പം നമുക്ക് അടുത്തതും കൂടെ നോക്കിയേക്കാം. ടെറാറ്റോമ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറാറ്റോമ ഇതൊരു ടൈപ്പ് ഓഫ് ക്യാൻസറാണ്. ഇത് പല ഹെയർ, ബോർഡ് എവിടെ വേണേലും വരുന്ന ഒരു ക്യാൻസറാണ് ടെറാറ്റോമ. ലിപ്പോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ക്യാൻസറസ് ഇതാണ്. ചെറിയ ലിംഫ് നോഡ് പോലെയും ഫാറ്റ് ആയിട്ട് വരുന്നതിനെയാണ് ലിപ്പോമ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ മുഴകളൊക്കെ മൂവബിളാണ്, പാൽപ്പബിളാണ്. ഇതാണ് ലിപ്പോമ. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ആൻസർ എന്താണ്? മെനിഞ്ചോ സീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ക്രേനിയൽ നെർവ് ഈസ് നോട്ട് അഫക്റ്റഡ് ഇൻ വാർഡനിങ് ഹോഫ്മാൻ ഡിസീസ്? വാർഡനിങ് ഹോഫ്മാൻ ഡിസീസ് എന്നാന്നൊക്കെ അറിയുന്നത് നല്ലതാണ്. അതൊക്കെ വേണമെങ്കിൽ മീൻസ് ക്ലാസ് എടുത്തിട്ടില്ല. സോ ഇതിൻ്റെ അത് നോട്ട് അഫക്റ്റഡ്, ഇതൊരു നെഗറ്റീവ് ക്വയറി ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വയറി ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ക്വയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളൂ. അപ്പോൾ നോട്ട് അഫക്റ്റിംഗ് ആണ്. ബാക്കിയെല്ലാം മൂന്നെണ്ണം ഉണ്ട്, രണ്ടെണ്ണം അഫക്റ്റിങ്ങും ഒരെണ്ണം അഫക്റ്റിംഗ് അല്ല. അപ്പോൾ അതാണ് നമുക്ക് ഏത് ഡിസീസാണ്? വാർഡനിങ് ഹോഫ്മാൻ ഡിസീസാണ്. അതായത് ക്രേനിയൽ നെർവിൻ്റെ പ്രോബ്ലം കൊണ്ട് വരുന്ന ഡിസീസാണ്. കുറേ വീക്ക്നെസ്, സോളോയിങ് ഡിഫിക്കൽറ്റി ഒരുപാട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്. തേർഡ് ക്രേനിയൻ നെർവ്, ഫിഫ്ത്ത് ക്രേനിയൻ നെർവ് ആൻഡ് സെവൻത് ക്രേനിയൻ നെർവ്, ഇതിലേതാണ് അഫക്റ്റ് ചെയ്തേക്കുന്നതെന്നാണ് ചോദ്യം. സോ വാർഡനിങ് ഹോഫ്മാൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പൈനൽ കോഡ് മസ്കുലാർ എട്രോപ്പിയാണ്. അതായത് ബേബീസ് നോക്കി വളർന്നു, പക്ഷേ മസിൽസ് ഒന്നും വന്നിട്ടില്ല, ഫ്ലാസിഡ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഒരു ഹൈപ്പോട്ടോണിക്കാണ്, ടോണില്ല, ഇങ്ങനെയൊക്കെ. മസ്കുലാർ എട്രോപ്പി ഇസ് ഒരു മോട്ടോർ ന്യൂറോൺ ഡിസീസാണ്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ്. ഇത് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറാണ്. ഓട്ടോസോമൽ റിസസീവ്, ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ മീൻസ് ഈ ഡിഫക്റ്റീവ് ജീൻ ഫ്രം ബോത്ത് പാരൻസ്, ഫാദറിൽ നിന്നും മദറിൽ നിന്നും ഓരോ ഡിഫക്റ്റീവ് ജീൻ വരുന്നതിനെയാണ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതാണ്. അതായത് ഇത് ഭയങ്കര സിക്കായിട്ടുള്ളൊരിതാണ്. ദെൻ ഇൻഫൻറ്റ് വിത്ത് അപ്പം infant with this condition experiences severe muscle weakness with the onset before 6 months of age, and presenting symptoms include severe motor weakness, പൂർ മസിൽ ടോൺ, ലാക്ക് ഓഫ് മോട്ടോർ. അതായത് ബേബി ഒരു ആക്റ്റീവ് അല്ലാതെ ഫ്ലാസിഡ് ആയിട്ട് ഇങ്ങനെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ ആക്ടിവിറ്റീസ് എല്ലാം കുറയും. പിന്നെ വീൽ ചെയറിലൊക്കെ നമ്മൾ കണ്ടേക്കുന്ന പല കേസസും വാർഡനിങ് ഹോഫ്മാൻ ഡിസീസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അഫക്റ്റ് ചെയ്യുന്ന ക്രേനിയൽ നെർവ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അഫക്റ്റ് ചെയ്യുന്ന ക്രേനിയൽ നെർവ് 5 ക്രേനിയൽ നെർവ്സാണ്. അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഏതാണ്? ഫസ്റ്റ് ക്രേനിയൽ നെർവ് 5 ആണ്, നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു 5. ഫിഫ്ത്ത് ക്രേനിയൽ നെർവ് ഈസ് ട്രൈജെമിനൽ. എല്ലാ ക്രേനിയൽ നെർവും 12 ക്രേനിയൽ നെർവും പഠിക്കണം കേട്ടോ. ട്രൈജെമിനൽ നെർവ്, ട്രൈജെമിനൽ എന്താണ് ചെയ്യുന്നത്? കൺട്രോൾ ഫേഷ്യൽ സെൻസേഷൻ ആൻഡ് മസിൽ മാസ്റ്റിക്കേഷൻ, അതായത് ചൂയിങ്ങിനുള്ളതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്
ട്രൈജെമിനൽ നെർവാണ്. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫീഡിങ് ഇഷ്യൂസ് ഉണ്ട്, സ്വോളോയിങ് ഇഷ്യൂസും ഉണ്ട്. സോ അപ്പം അതൊരു നെർവാണ്. അടുത്തത് എന്താണ്? ക്രേനിയൽ നെർവ് 7, ഫേഷ്യൽ നെർവാണത്. ഫേഷ്യൽ കൺട്രോൾ ദ മസിൽസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻ, അതായത് വീക്ക്നെസ് ആണ്, അതായത് ഒരു കൺട്രോളോ മസിൽ കൺട്രോളോ ഒന്നുമില്ല. സോ അപ്പോൾ 7th നെർവ് ഉണ്ട്. നെക്സ്റ്റ് 9th നെർവ് ഗ്ലോസോഫാരിഞ്ചിയൽ നെർവ് ആൻഡ് 10th വാഗസ് നെർവ്. ഈ 2 നെർവും ഉണ്ട്. ദിസ് കൺട്രോൾ മസിൽ ഇൻവോൾവ് ഇൻ സ്വോളോയിങ് ആൻഡ് സ്പീച്ച്, ഇങ്ങനെയുള്ളതല്ല. അപ്പോൾ വാർഡനിങ് ഹോപ്പ്മാൻ ഡിസീസിൽ സ്വോളോയിങ് പ്രോബ്ലം ഉണ്ട്, എന്താണ് ചൂയിങ് പ്രോബ്ലം ഉണ്ട്, ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ട്, എല്ലാ രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ട്. അടുത്തത് ക്രേനിയൽ നെർവ് 12, ഹൈപ്പോഗ്ലോസൽ നെർവ്, ടങ്കിനെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ 5, 7, 9, 10, 12 ഇത് 5 നെർവാണ് ഇതിന് വേണ്ടത്. ഐ മീൻ വാർഡനിങ് ഹോപ്പ്മാൻ ഡിസീസിൽ ഇൻവോൾവ്. അപ്പോൾ 5 അതിൻ്റെ അകത്തുണ്ട്. 7 ഫേഷ്യൽ നെർവാണ്, ട്രൈജെമിനൽ നെർവാണ്. അപ്പോൾ ഇല്ലാത്ത ഏതാണ്? തേർഡാണ്. അപ്പോൾ ആൻസർ ഏതാണ്? എ ആണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് പറയും. നമ്മൾ നന്നായിട്ട് അറിഞ്ഞാലേ എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേസ്ഡ് ICP ദ ഫോളോയിങ് ഏജൻറ്റ് മേ ബി യൂസ്ഡ് എക്സെപ്റ്റ്. ഇതും നെഗറ്റീവ് ക്വയറി ക്വസ്റ്റ്യൻ ആണ്. ICP ഇൻട്രാക്രേനിയൽ പ്രഷറാണ്. ദ ഫോളോയിങ് ഏജൻറ്റ്, ഏതൊക്കെ ഏജൻ്റാണ് നമുക്ക് യൂസ് ചെയ്യാം? ഇതിൽ ഒരെണ്ണം യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ICP എന്നാൽ എന്താണ്? ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ. നമ്മളിത് പീഡിയാട്രിക് ആണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ അകത്ത് കാരണം ഏതൊക്കെയായിരിക്കും? ഹൈഡ്രോസെഫാലസ് വരും, പ്രീറ്റേം ബേബീസ് വരും, ഡിഫിക്കൽട്ട് ലേബറിൻ്റെ അകത്തൊക്കെ വരുന്നതാണ്. എന്തെങ്കിലും ട്യൂമർ, ഇൻബർത്തിൽ വരുന്ന ട്യൂമറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. പിന്നെ മെനിഞ്ചൈറ്റിസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻക്രീസ്ഡ് ICP ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടും. അപ്പോൾ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഇൻസൈഡ് ദ വോൾട്ടിലെ പ്രഷർ കൂടുകയാണ്. കാരണം കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ്, അതർവൈസ് കളക്ഷൻ ഓഫ് ബ്ലഡ്. ബേബീസിൽ കളക്ഷൻ ഓഫ് ഫ്ലൂയിഡാണ്. കാരണം ഹൈഡ്രോസെഫാലസ് ആണ് മോസ്റ്റ്, മീൻസ് 99% റീസൺ. കളക്ഷൻ ഓഫ് ബ്ലഡ് ഉണ്ട്, എന്തെങ്കിലും ഫോൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് മീൻസ് വാക്യൂം ഡെലിവറിയിൽ ബ്ലീഡിങ് വരുന്നു, അല്ലെങ്കിൽ ഡിസമിനേറ്റർ ഇൻട്രാവാസ്കുലർ DIC സിവിയർ ഇൻഫെക്ഷൻ്റെ അകത്ത് ബ്ലീഡിങ് വരുന്നു, മെനിഞ്ചൈറ്റിസിൻ്റെ അകത്ത് എഡീമ വരുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടെല്ലാം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രേനിയൽ വോൾട്ടിൽ ഈ ഫ്ലൂയിഡ് നിൽക്കുന്നതുകൊണ്ട് ബ്രെയിനിലെ ടിഷ്യൂസ് എല്ലാം ഒരു സൈഡിലേക്ക് ഇങ്ങനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽസ്, സർക്കുലേഷൻ, എവറിത്തിങ് കംപ്രസ്ഡ് ആണ്. ബ്രെയിന് ഇനഫ് ബ്ലഡ് കിട്ടില്ല. ഇതാണ് ഇൻട്രാക്രേനിയൽ പ്രഷർ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? ടു റെഡ്യൂസ് ദ കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ്, അതായത് പ്രഷർ കുറയ്ക്കണം. പ്രഷർ കുറയ്ക്കുന്ന മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്ലൂയിഡാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡിനെ അബ്സോർവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് മെയിൻ ട്രീറ്റ്മെൻറ്റ്? ഓസ്മോട്ടിക് ഡയോററ്റിക്സ് ആണ്. ഓസ്മോട്ടിക് ഡയോറസിസ് മീൻസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂയിഡ്, അതായത് ഐസോട്ടോണിക് ഡ്രഗ് മീൻസ് 0.9% ആണ്. അതായത് നോർമൽ സ്ഥലയിൽ ഐസോട്ടോണിക് ആണ്. 0.9 കൂടുതലുള്ളതല്ല, ഹൈപ്പർ ടോണിക് ആണ്. ദാറ്റ് മീൻസ് മാനിറ്റോൾ അതിൻ്റെ അകത്ത് വരും. പിന്നെ എന്താണ് വരുന്നത്? 3% NaCl. ഇങ്ങനെ എന്ത് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് വരുന്നു അതെല്ലാം ഹൈപ്പർ ടോണിക് ആണ്. അനദർ ഹൈപ്പോ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത്. ഐസോട്ടോണിക് എന്ന് പറയുമ്പോഴത്തേക്ക് 0.45% നോർമസലൈനൊക്കെ ഐസോട്ടോണിക് ആണ്. അപ്പം നമുക്ക് ഹൈപ്പർടോണിക് സൊല്യൂഷൻ കൊടുത്ത് ഓസ്മോസിസ് വഴി ആ ഫ്ലൂയിഡിനെ ഒബ്സോർവ് ചെയ്ത് കളയണം. അപ്പോൾ ഇതിൻ്റെ അത് മെയിൻ യൂസ് ചെയ്യുന്നത് മാനിറ്റോൾ 20% ആണ്. അപ്പം മാനിറ്റോൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫ്ലൂയിഡിനെ ബിക്കോസ് ഓഫ് ഓസ്മോസിസ് അവിടെ കളക്റ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ മാനിറ്റോളിൽ ഇങ്ങോട്ട് ബോഡിയിലേക്ക്, എക്സ്ട്രാ സെല്ലാർ സ്പേസിലേക്ക് അബ്സോർവ് ചെയ്യുന്നു. അബ്സോർവ് ചെയ്തിട്ട് എന്താണ്? പിന്നെ പൾമിനറി വരുവാണ് സർക്കുലേഷനിലേക്ക്. സോ നമ്മൾ ലാസിക്സ് ഒക്കെ അതിൻ്റെ ഒപ്പം കൊടുക്കണം, അതൊക്കെ വേറെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാനിറ്റോൾ അതിന് മെസ്റ്റ് കൊടുക്കേണ്ടാത്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് കൊടുക്കണം. ദെൻ ഗ്ലിസറോള്, അതും ഹൈപ്പർട്ടോണിക് സൊല്യൂഷന് വരുന്നതാണ്, യൂസ് ചെയ്യാറില്ല. ബട്ട് ആൽബുമിൻ്റെ ഫങ്ഷൻ എന്താണ്? ആൽബുമിൻ കൊടുക്കുന്നത് വോളിയം എക്സ്പാൻഡറായിട്ട് നമ്മൾ കൊടുക്കും. നമുക്ക് FFP ഒക്കെ കിട്ടിയില്ലേ, ആൽബുമിൻ കൊടുക്കാം. അതായത് നോർമൽ പെർസെൻറ്റേജ് ആൽബുമിൻ്റെ കാര്യമാണ്, 5% ആൽബുമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആൽബുമിൻ അവിടെ പെർസെൻറ്റേജ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ അത് വോളിയം എക്സ്പാൻഡറാണ്. നമുക്കിവിടെ വോളിയം എക്സ്പാൻഡർ ആവശ്യമില്ല. സോ അതുകൊണ്ട് ആൽബുമിൻ കൊടുക്കില്ല. അപ്പോൾ ആൻസർ എന്താണ്? B ആണ്. അതായത് കൊടുക്കാത്തത് B ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ
ഇൻ വിച്ച് ഡിസീസ് കണ്ടീഷൻ ഡാമേജ് ഓഫ് 7th and 8th cranial nerve ഒക്കെ ഇതന്നെയാണ് പീഡിയാട്രിയിൽ നെർവ്സിൻ്റെ ഒക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ അറ്റ് ബർത്തിലാണ് ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ പീഡിയാട്രിക്കിൽ മെയിനായിട്ടുള്ള ഇതിനുള്ള ഗുലിയൻ ബാരി സിൻഡ്രോം അതൊന്നും ഇതിൻ്റെ അകത്ത് പിള്ളേരുടെ വരത്തില്ല. പിള്ളേർക്ക് ഇങ്ങനെ നെർവ് ഇഞ്ചുറി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ പഠിക്കാനുള്ളത് കൺവൾഷൻ, എപ്പിലെപ്സി ഒക്കെയാണ്. അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റൻ ഉണ്ടോ എന്ന് അറിയില്ല, നോക്കട്ടെ. സോ 7th and 8th സെർവിക്കൽ നെർവാണ്, ക്രേനിയൽ നെർവോ തൊറാസിക് നെർവോ അല്ല. സെർവിക്കൽ നെർവ് കാരണം ഉണ്ടാകുന്ന ഡിസീസ്, വിച്ച് ഡിസീസ് കണ്ടീഷൻ. സോ നമ്മളെപ്പോഴും ഇത് അറിഞ്ഞിരിക്കണം. ഇത് എന്നാന്ന് ബെൽസ് പാൽസി. ബെൽസ് പാൽസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈഡിലേക്ക് വാക്ക് ഓടി പോകുന്നതിനെയാണ്. ഹെയർ പാൽസി എന്ന് പറഞ്ഞാൽ കൈ ഒരു സൈഡിലേക്ക് പോകുന്നതിനെയാണ്. ക്ലംബേഴ്സ് പാൽസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൈയുടെ ഈ പാം ഓഫ് ദ മീൻസ് നമ്മുടെ ഈ ഹാൻഡിന് പ്രോബ്ലം വരുന്നതാണ്. അപ്പോൾ ബെൽസ് പാൽസി ഇതാണ് കണ്ടോ, ഈ ഫേസ് ഇങ്ങോട്ട് കോടി പോകുന്നതിനെയാണ് ബെൽസ് പാൽസി എന്ന് പറയുന്നത്. ഇസ് എ സഡൻ ടെമ്പററി വീക്ക്നെസ് ഓർ പാരലൈസിസ് ഓഫ് മസിൽ ഓൺ വൺ സൈഡ് ഓഫ് ദ ഫേസ് typically caused by inflammation of the facial nerve. ഫേഷ്യൽ നെർവ് നമുക്കറിയാമായിരുന്നു, ക്രേനിയൻസ് 7 ആണ് ഫേഷ്യൽ നെർവ്, അതായത് ക്രേനിയൽ നെർവ് 7 വരുന്ന പ്രോബ്ലമാണ് ബെൽസ് പാൽസി. അപ്പോൾ അത് നമ്മുടെ ആൻസർ അനുസരിച്ച് ശരിയല്ല. അനദർ തിങ് എയർ പാൽസി. നമ്മൾ ഈ വാക്യൂം എക്സ്ട്രാക്ഷനൊക്കെ ബേബീനെ എടുക്കും, അല്ലെങ്കിൽ ഭയങ്കര ലാർജ് ബേബിയൊക്കെയാണ് ഡിഫിക്കൽട്ട് ലേബറൊക്കെ വരുമ്പോൾ ഷോൾഡർ ഡിസ്റ്റോഷിയോട് ഒപ്പം വരുന്ന കേസാണ് എയർ പാൽസി. ഒരു കൈ ഇങ്ങനെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുക, ഇവിടെ വരുന്ന പ്രോബ്ലമാണിത്. ബ്രേക്കിയൽ ഇസ് എ ഫോം ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി ദാറ്റ് ടിപ്പിക്കലി ഒക്കർ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് ആണ് വരുന്നത്. യൂഷ്വലി വാക്യൂം ഡെലിവറി മീൻസ് ഇതൊക്കെ. ഇറ്റ് അഫക്ട് ദ നെർവ് ദാറ്റ് കൺട്രോൾ ദ മസിൽസ് ഓഫ് ഷോൾഡർ, ആം ആൻഡ് ഹാൻഡ്. അതായത് സെർവിക്കൽ നെർവ് 5 and 6 ആണ്. നമ്മോട് വയ്ക്കുന്ന 7 and 8 ആണ്. 5 and 6 ആണ് എയർ പാലസിക്ക് വരുന്നത്. സോ അതും അല്ല. നെക്സ്റ്റ് എന്താണ്? ക്ലംബേഴ്സ് പാലസിയാണ്. ക്ലംബേഴ്സ് പാലസി മീൻസ് that paralysis and loss of sensation in the hand, wrist and lower arm. ഇത് കണ്ടോ, ഇവിടെയാണ് പാരലൈസ് ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പാർഷ്യലി പാൽസി ദാറ്റ് അഫക്ട് ദ ലോവർ ബ്രേക്കിയൽ ഫ്ലെക്സസ്. ഇത് ഏതെല്ലാം നെർവാണ്? ഇറ്റ് അഫക്ട് ദ C8, സെർവിക്കൽ 8നെ അഫക്റ്റ് ചെയ്യും, പിന്നെ തൊറാസിക് 1നെ അഫക്റ്റ് ചെയ്യും, സെർവിക്കൽ 7നെ. അപ്പം ഏതാണ് നമുക്ക് വേണ്ടത്? ഇതിൻ്റെ ആൻസർ എന്താണ്? 7th and 8th ക്രേനിയൽ നെർവിനെ അഫക്റ്റ് ചെയ്യുന്നത് ക്ലംബേഴ്സ് പാൽസി ആണ്. സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് എന്താണ്? എൻസെഫലൈറ്റിസ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ്. എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ ടിഷ്യൂ. ഇതൊക്കെയാണ് എൻസെഫലൈറ്റിസ്, ഇൻഫ്ലമേഷൻ ആണ്. ഇവർ ചോദിക്കുന്നത് വാട്ട്സ് റീസൺ അല്ല എൻസെഫലൈറ്റിസ്, വാട്ട്സ് എന്തിൻ്റെയും എപ്പോഴും എൻസെഫലൈറ്റിസ് ബേബീസിന് കോംപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. അഡൽറ്റിനും ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ചാൻസ് വരുന്നത് മുഴുവൻ. അപ്പം എസ്പെഷ്യലി ചിക്കൻ പോക്സ് ഒക്കെ വന്നിട്ട് നമ്മൾ ഹാഫ്ലി ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ ഇമ്മ്യൂണിറ്റി ഇല്ലാതെ വരുന്നതുകൊണ്ടൊക്കെ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസും കൊണ്ടൊക്കെയാണ് വരുന്നത്. നമ്മൾ അറിയുന്ന നല്ലതാണ്. അതായത് ചിക്കൻ പോക്സ് വരുമ്പോഴേ പോയി ആൻറ്റിവൈറൽ കഴിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ എൻസെഫലൈറ്റിസ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ്. എന്തിൻ്റെ കോംപ്ലിക്കേഷനാണ്? അപ്പോൾ എൻസെഫലൈറ്റിസിന് 2-3 റീസണാണ് പീഡിയാട്രിക്കിനുള്ളത്. ഇത് പീഡിയാട്രിക്കാണ്, അഡൽട്ട് അല്ല. ഫസ്റ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൻ്റെ അകത്ത് കോംപ്ലിക്കേഷനായിട്ട് വരില്ല. നെക്സ്റ്റ് വൈറൽ ഇൻഫെക്ഷൻ കാരണമാണ് ബേബീസിന് എൻസെഫലൈറ്റിസ് വരുന്നത് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് വൈറലായിട്ടുള്ള എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് നോക്കാം. പെർറ്റൂസിസ് എന്താണ്? ബോർഡർ അല്ല. പെർറ്റൂസിസ് ഇസ് എ ഗ്രാം നെഗറ്റീവ് ബാസിലൈ. സോ അതല്ല. നെക്സ്റ്റ് സ്കാർലറ്റ് ഫീവർ. ഇതും ബാക്ടീരിയൽ ഫീവർ ആണ്, വെക്ടർ ഫോം. അത് അല്ല. ദെൻ 2 വൈറലാണ് നമ്മുടെ കയ്യിലുള്ളത്. മീൻസ് വേരിസെല്ല സോസ്റ്റർ വൈറസും പോളിയോ വൈറസും. വൈറൽ ഇൻഫെക്ഷനാണ് എൻസെഫലൈറ്റിസ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ അറിയണം എൻസെഫലൈറ്റിസ് വരുന്നത് ഫസ്റ്റ് ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്, രണ്ടാമത് വേരിസെല്ല സോസ്റ്റർ വൈറസ്, മൂന്നാമത് റുബെല്ല വൈറസ്. ഈ 3 വൈറസ് കാരണമാണ് എൻസെഫലൈറ്റിസ് വരുന്നത്. സോ ഇതിൻ്റെ അത് ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ആൻസർ എപ്പോഴും എന്താണ്? രണ്ടാമത്തെ ആണ്, വേരിസെല്ല സോസ്റ്റർ വൈറസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്തിനാണ്? വേരിസെല്ല സോസ്റ്റർ ഡിസീസിൻ്റെ ആണ്. ദെൻ പോളിയോ മൈലൈറ്റിസും വൈറസാണ്, പക്ഷേ അതുകൊണ്ട് ഒരിക്കലും എൻസെഫലൈറ്റിസ് വരില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ആണ്. അടുത്തതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് നെർവ് സെൽസ് ഈസ് സീൻ ഇൻ.
ഏത് ഡിസീസിലാണ് നെർവ് സെല്ലിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്? അപ്പം നമ്മളിൻ്റെ അകത്ത് ഓപ്ഷൻ 3 ഉണ്ട്. പോളിയോമൈലൈറ്റിസ്, പോളിയോ എൻസെഫലൈറ്റിസ്, പാരലൈറ്റിക് പോളിയോ. പോളിയോ എന്ന് പറയുന്നത് പോളിയോ വൈറസും കൊണ്ട് വരുന്നതിനൊക്കെ പോളിയോ വെച്ച് നമ്മൾ പറയും കേട്ടോ. അപ്പം നമ്മൾ നെർവ് സെല്ല് ഡിസ്ട്രോയ് ആകണം, അതേത് കേസിലാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഈ 3 ഡിസീസ് കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ കൊടുക്കാൻ പറ്റും. സോ പോളിയോമൈലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാരലൈസിസ് വരുന്നതാണ്. ഇറ്റ്സ് എ വൈറൽ ഇൻഫെക്ഷനാണ്, ഹൈലി കണ്ടേജിയസ് ഇൻഫെക്ഷനാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനൊക്കെ വന്നതോടുകൂടി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പതോജനസിസ് നോക്കിയാൽ നെർവ് ഡിസ്ട്രക്ഷൻ വരുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഇതാണ് മൗത്തിൽ കൂടി എൻട്രി ചെയ്യും, റിപ്ലിക്കേഷൻ ഇൻ ഓറോഫാറിങ്സ്, ദെൻ ഓറോഫാറിങ്സിൽ വന്ന് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റത്തിൽ വന്നിട്ട് ദെൻ ഇത് ലിംഫ് നോഡ്സിനെ അഫക്റ്റ് ചെയ്യും. then what will happen, lymph node body മുഴുവനുണ്ട്, it's enter into the blood streamനെ enter ചെയ്യും, then it will affect the central nervous system affect ചെയ്യും. then after that what will happen, destruction of the motor neuron result in paralysis. അപ്പോൾ destruction of the motor neuron, അപ്പോൾ എന്താണ് പറ്റുന്നത്, നെർവസിനെ ഡിസ്ട്രോയ് ചെയ്യും. അതുകൊണ്ട് പോളിയോമൈലൈറ്റിസ് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് പോളിയോ നമ്മൾ വാക്കിയും കൂടെ അറിയണം, അതിൽ ഇതുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. പോളിയോ എൻസെഫലൈറ്റിസ് ഇസ് ഓൾസോ എ വൈറൽ ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്രേ മാറ്റർ ഓഫ് ദ ബ്രെയിൻ. അതായത് എൻസെഫലൈറ്റിസ് ബ്രെയിൻ ആണ്, ഗ്രേ മാറ്റർ ഓഫ് ദ ബ്രെയിൻ സ്റ്റെം ആണ് പോളിയോ എൻസെഫലൈറ്റിസ്. ഇതിൻ്റെ പതോജനസിസ് എന്താണ്, ഇത് പോളിയോ വൈറസ് ഇൻഫെക്ട് ദ ബ്രെയിൻ സ്റ്റെം ഗ്രേ മാറ്റർ, എസ്പെഷ്യലി ദ മിഡ് ബ്രെയിൻ, pons, medulla and cerebellum. Virus can also spread into the thalamus, hypothalamus, cerebral hemispheres. Viral damages the spinal cord ne damage ചെയ്യും, brain stem, especially the area that control motor and autonomic function. ഇൻഫ്ലമേഷൻ മേക്ക് ദ ഡാമേജ് കോസ്ഡ് ബൈ ദ വൈറസ് വേഴ്സ്. അതായത് വൈറസ് അഫക്റ്റ് ചെയ്യുന്ന സ്പൈനൽ കോഡിനെയും ബ്രെയിൻ സ്റ്റെമ്മിനെയാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ കയറി മോട്ടോർ നെർവ്സിനെ ഡിസ്ട്രക്ട് ചെയ്യത്തില്ല. പോളിയോ എൻസെഫലൈറ്റിസ് അപ്പോൾ അതാണ്. ഇനി പാരലൈറ്റിക് പോളിയോ മീൻസ് ഇറ്റ്സ് ഓൾസോ എ പോളിയോ മീൻസ് വൈറൽ ഇൻഫെക്ഷൻ. ഇത് ഇൻഫെക്ഷൻ ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇത് രണ്ടും ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെയാണ്. മറ്റേത് എവിടെയായിരുന്നു, ഓറൽ ഫാറിങ്സ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റം, ആഫ്റ്റർ ദാറ്റ് ലിംഫ് നോഡ് ടു ബ്ലഡ് വെസൽസ് ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിരുന്നു. അതിൻ്റെ പാത്ത് വേ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇറ്റ് ക്യാൻ പാരലൈസസ് ദ മസിൽ വിച്ച് കൺട്രോൾ ദ ബ്രീത്തിങ്, സ്പീക്ക്, സ്വോളോ, മൂലും. അതായത് നമ്മുടെ ബ്രീത്തിങ്ങിനെ, സ്പീക്കിങ്ങിനെ, അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇവിടെയുള്ള മസിൽസിനെയാണ് ഇത് വീക്കാക്കുന്നത്, നെർവ്സിനെ അഫക്റ്റ് ചെയ്യില്ല. സോ നമ്മുടെ ആൻസർ ഏതാണ്, ഇതല്ല പോളിയോമൈലൈറ്റിസ് ആണ്. ആൻസർ എ ആണ്. Then we move to next question. The nurse is caring for a child with the diagnosis of meningitis. What sign or symptoms indicate an increase in ICP? അപ്പോൾ ഒരു ബേബിയെ, മെനിഞ്ചൈറ്റിസ് ഉള്ളൊരു ബേബിയെ നേഴ്സ് കെയർ ചെയ്യുന്നു. അപ്പോൾ വാട്ട് സൈൻ ഓർ സിംറ്റം ഇൻഡിക്കേറ്റ് ദ ഇൻക്രീസ് ഇൻ ICP, അതായത് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുതലാണെന്ന് ഏത് സൈൻ കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഫസ്റ്റ് ബ്രാഡികാർഡിയ, ഹൈപ്പർ അലേർട്ട്നെസ്, എ ഡിക്രീസ്ഡ് പൾസ് പ്രഷർ, എ ഡിക്രീസ്ഡ് സിസ്റ്റോളിക് പ്രഷർ. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം, പഠിച്ചു തന്നെ ഇരിക്കണം. മെനിഞ്ചൈറ്റിസിൽ പേഷ്യൻ്റെ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടും. അതൊക്കെ ഒരു ഇച്ചിരി വേഴ്സ് ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്താണ്, ഹൈപ്പർ അലേർട്ട്നെസ് അല്ല, ബേബി ഓവർ ആക്റ്റീവ് അല്ല, ഡിസ്നെസ് ആണ്, അതായത് ബേബി ഡള്ളായിരിക്കും. അപ്പോൾ ഈ ആൻസർ തെറ്റാണ്. ഇൻക്രീസ്ഡ് പൾസ് പ്രഷർ മീൻസ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറാണ്. അതൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല, ഇത് കാർഡിയാക് ഡിസീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതും തെറ്റാണ്. ഡിക്രീസ്ഡ് സിസ്റ്റോളിക് BP ഡിക്രീസ് അല്ല, VPA ഡിക്രീസ് അല്ല. സോ ഇതും തെറ്റാണ്. പക്ഷെ നമുക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഈ ബ്രഡികാർഡിയ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇയർലി സൈൻ ഡ്രൗസിനെസ് കണ്ടോ, അത് അലേർട്ട്നെസ് അല്ല. ബൾജിങ് ഓഫ് ഫോണ്ടനല്ലെ
വോമിറ്റിംഗ്, ഈ 3 സൈനുണ്ട്. ഈ ബൾജിങ് ഓഫ് ഫോണ്ടനലിലെ ICP മാത്രമല്ല, ബേബീസിന് ഹൈഡ്രോസെഫാലസ് ഉള്ളപ്പോഴും വരാം. ചില സമയത്ത് ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഡിപ്രഷനാണ്, ചില സന്ദർഭങ്ങളിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ അപ്പോൾ ഇത് എയർലി സൈനിങ് കൊണ്ട് നമുക്ക് ICP ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ബേബീസിന് ലേറ്റ് സൈൻ, അതായത് ബേബി ഒത്തിരി സിക്ക് ആകുമ്പോഴാണ് നമ്മൾ അറിയൂ. ലേറ്റ് സൈൻ എന്താണ്? ഹൈപ്പർ ടെൻഷനാണ്, ബ്രാഡികാർഡിയ, ഏഗണൽ ബ്രീതിങ്. ഇത് നോക്കി എൻ്റെ പതോഫിസിയോളജിയുടെ നോക്കി, ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ, ദെൻ എന്നാ ചെയ്യുന്നു? ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ, അതായത് പ്രഷർ കൂടുമ്പോൾ അതിനെ ബ്രെയിൻ സെൽസിനെ കംപ്രസ് ചെയ്യുമെന്നും അവിടെ സർക്കുലേഷൻ കുറയുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, സർക്കുലേഷൻ കുറയുമ്പം ഇസിക്കീമിയ വരും, അതായത് ആബ്സെൻസ് ഓഫ് ബ്ലഡ്. ദെൻ അതെല്ലാം വരുമ്പം സെൻട്രൽ മോട്ടോർ സിസ്റ്റത്തെ, സ്റ്റിമുലേഷൻ ഓഫ് വാസോമോട്ടോർ സെൻറ്ററിനെ, അതായത് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്, ഈ രണ്ടിൻ സെൻറ്ററിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം ഇതാണ് കുഷിൻസ് റെസ്പോൺസ്. ഇത് ഓർത്തിരിക്കണം. കുഷിൻസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലേറ്റസ്റ്റ് സൈൻ ഓഫ് ICP ആണ്. അത് അഡൽട്ടിനും പീഡിയാട്രിക്കിനും ഒരുപോലെയാണ്. കുഷിൻസ് റെസ്പോൺസ് ആണ് ഹൈപ്പർ ടെൻഷൻ, ബ്രാഡികാർഡിയ, ബ്രാഡിപീനിയ, ഈ 3 സൈൻസാണ് വരുന്നത്. സോ നമ്മുടെ നമുക്ക് ഓപ്ഷനിലേക്ക് പോകുന്നതിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. ഹൈപ്പർ ടെൻഷൻ മീൻസ് റിലീസ് ഓഫ് കെറ്റകൊലാമൈൻ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആഫ്റ്റർ ബ്രെയിൻ ഇഞ്ചുറി. Catecholamines are stress hormone that cause the heart to pump harder and faster to send more blood. അതായത് ബോഡിയുടെ ലാസ്റ്റുള്ളൊരു മെക്കാനിസമാണ്. അവിടെ ഓക്സിജൻ കുറവാണ്, എങ്ങനെയെങ്കിലും അതിനെ സേവ് ചെയ്യാൻ വേണ്ടി കെറ്റക്കൊളാമിനെ റിലീസ് ചെയ്യുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഇൻറ്റൻഷൻ നല്ല ഇൻറ്റൻഷനാണ്, പക്ഷേ അതിൻ്റെ വേർഡ്സ് ഔട്ട്കമാണ് വരുന്നത്. ബ്രാഡികാർഡിയ മീൻസ് ഡയറക്റ്റ് ആക്ടിവേഷൻ ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. അതുകൊണ്ടാണ് ബ്രാഡികാർഡിയ. എൻ്റെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഏഗണൽ ബ്രീത്തിങ് ഇതിനോട് അസോസിയേറ്റ് ആയിട്ട് വരുന്നതാണ്, കാരണം ഓക്സിജൻ ഡെഫിഷ്യൻസി കാരണമാണ് ഏഗണൽ ബ്രീത്തിങ് വരുന്നത്. സോ അപ്പോൾ നമ്മൾ ഹൈപ്പർ അലേർട്ട്നെസ് അല്ല, ഡ്രൗസിനെസ് ആണ്, പൾസ് പ്രഷറായിട്ട് ബന്ധമില്ല, ഡിക്രീസ്ഡ് സിസ്റ്റോളിക് പ്രഷർ അല്ല, ഇൻക്രീസ്ഡ് സിസ്റ്റോളിക് പ്രഷറാണ്. സോ ബ്രഡികാർഡിയാണ് ആൻസർ. ബ്രഡികാർഡ് കുഷിൻ റെസ്പോൺസിൻ്റെ സൈനിൽപ്പെട്ടതാണ്. ഹൈപ്പർ ടെൻഷൻ, ബ്രാഡികാർഡിയ, ഏഗണൽ ബ്രീത്തിങ്. സോ ഇതാണ് ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് മെനിഞ്ചൈറ്റിസ് ഇൻ യങ് ചിൽഡ്രൻ? കോംപ്ലിക്കേഷൻ ഓഫ് മെനിഞ്ചൈറ്റിസ് എന്നല്ല ചോദിച്ചേക്കുന്നത്, മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഒന്നും അല്ല. അപ്പം നമ്മൾ ഇത് സ്ട്രാറ്റജിക് വേർഡാണ്. സ്ട്രാറ്റജിക് വേർഡ് യൂസ് ചെയ്തിട്ടാണ് MCQൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത്. സോ വാട്ട് യു മീൻ ബൈ ഇത് സ്ട്രാറ്റജിക് വേർഡൊക്കെ എന്നാന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദെൻ വാട്ട് ഈസ് ദ മോസ്റ്റ് സീരിയസ്? അപ്പോൾ എല്ലാ കോംപ്ലിക്കേഷൻ ഇതിലുള്ളതായിരിക്കും, പക്ഷേ സീരിയസ് ആയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്. എപ്പിലെപ്സി, ബ്ലൈൻഡ്നെസ്, പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ്, കമ്മ്യൂണിറ്റി ഹൈഡ്രോസെഫാലസ്. നിങ്ങൾ നോക്കി, സീരിയസ് കോംപ്ലിക്കേഷനാണ് കേട്ടോ. ആ മോസ്റ്റ് സീരിയസ് എന്ന് പറഞ്ഞാൽ ആ കോംപ്ലിക്കേഷൻ കാരണം ബേബി മരിക്കണം, അല്ലെങ്കിൽ അതുപോലെ ലൈഫ് ത്രെട്ടണിങ് ആവണം. അതുകൊണ്ട് മെനിഞ്ചൈറ്റിസിൻ്റെ അകത്ത് എപ്പിലെപ്സി വരുമോ? എപ്പിലെപ്സി വരും. ബേബീസിന് എപ്പോഴും എപ്പിലെപ്സി നമ്മൾ കണ്ടിട്ടുണ്ട്. ബേബീസിന് ഓൾവേസ് ഫിനോമിറ്റോൺ ഫെനിറ്റോയിലൊക്കെയാണ്. സോ എപ്പിലെപ്സി വരും. എപ്പിലെപ്സി മോസ്റ്റ് സീരിയസ് എന്ന് പറയാൻ പറ്റത്തില്ല. ബ്ലൈൻഡ്നെസ് വരും. ഇൻക്രീസ്ഡ് പ്രഷർ കാരണം വിഷൻ ഡള്ളാകും, ബ്ലൈൻഡ്നെസ്സും വരും, അതും കോംപ്ലിക്കേഷനാണ്. ഹൈഡ്രോസെഫാലസ് വരും, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലൂയിഡ് ഫിൽഡാണ്, ഇതിന് പറയുന്ന പേരാണ് ഹൈഡ്രോസെഫാലസ്. സോ ഹൈഡ്രോസെഫാലസും വരും. ഇനി പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ് നോക്കിയേ. പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ് മീൻസ് പെരിഫറിയിലേക്കുള്ള സർക്കുലേഷൻ കുറയുന്നു. എപ്പോഴാണ്? ഷോക്ക് വരുമ്പോഴാണ്, സെപ്റ്റിക് ഷോക്ക്. അതായത് പേഷ്യൻറ്റിന് ഷോക്കിലേക്ക് പോകുമ്പോഴാണ് പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ് വരുന്നത്. പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ് വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഷോക്കിൽ പോകും. പേഷ്യൻ്റ് ബേബീനെ നമുക്ക് ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷനാണ്. അതായത് പെരിഫറൽ സർക്കുലേറ്ററി കൊളാപ്സ് ഓൾസോ നോൺ ആസ് സെപ്റ്റിക് ഷോക്ക് is one of the most serious and immediate life-threatening complication of meningitis in young children. This condition occurs when the infection leads to severe sepsis, causing a dramatic drop in blood pressure and reduced blood flow to the vital organ. Vital organലേക്ക് ബ്ലഡ് പോകുന്നില്ല, സോ സർക്കുലേഷൻ കുറവാണ്, പെരിഫറിയിൽ ബ്ലഡ് കിട്ടുന്നില്ല. എന്താണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഫ്ലമേഷൻ അല്ല, ഇൻഫെക്ഷനാണ്. ബ്ലൈൻഡ്നെസ് വരും, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ബ്ലൈൻഡ്നെസ് വരുന്നത് പ്രഷർ കൂടുന്നതാണ്, ബ്ലൈൻഡ്നെസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ആൻസർ C ആണ്.
സോ ഇന്നത്തെ ക്ലാസ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലാത്ത പോലെ വളരെ സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇഫ് എനി ഡൗട്ട് യു ക്യാൻ പുട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ്. താങ്ക് യു.